ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വേടന് അതിവിശിഷ്ടമായൊരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരു യുവതി. അദ്ദേഹം അവർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേടൻ്റെ അമ്മയുടെ ഫോട്ടോ. ഹലോ ഗൈസ്, എനിക്ക് ഒരുപാട് സന്തോഷം തന്നുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, സന്തോഷം എന്നാണ് പറയേണ്ടത് അറിയില്ല, ഇമോഷണലി നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്തത്. അതായത് ഇത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അതായത് വേടൻ്റെ അമ്മയുടെ ഫോട്ടോ വേടൻ്റെ ഒരു പരിപാടിക്ക് ഒരു താത്ത വേടന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേടൻ അത് കണ്ടിട്ട് ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ വേടൻ്റെ അമ്മ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, അതാണ് താത്ത പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അത്ര ഇതിൽ പറയുന്ന പോലെ, മകനുണ്ട്, മകൻ യൂട്യൂബിൽ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും, അവൻ ഒന്ന് നല്ല രീതിയിൽ എത്തിയാൽ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബാക്കി മണി കേൾക്കട്ടോ, എന്നിട്ട് പറയാം. അമ്മ എൻ്റെ കൂടെ കുറച്ച് കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ അമ്മേനെ കാണുമ്പോൾ വേടന്റെ അമ്മയാണ്, അങ്ങനൊന്നും അറിയില്ലായിരുന്നു. ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ. അമ്മയുടെ പ്രാർത്ഥന, അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. അതെ, ഉഷാറാവട്ടെ. അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയുമായിരുന്നു. പക്ഷെ അവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവൻ്റെ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാറ്. പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ. ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞ് വിളിക്കാൻ സംസാരിക്കാൻ വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നമ്പർ ആദ്യം ഉണ്ട്. വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഹരിതൻ്റെതൊക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരിന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു. വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവുന്നത്. ഞാൻ ഒരു ഹൗസ് വൈഫാ, മണാശ്ശേരി. ഭയങ്കര സന്തോഷമായി. വലിയ സന്തോഷമാണ്. കോഴിക്കോട് മുക്കം സ്വദേശിയായിട്ടുള്ള മണാശ്ശേരി സ്വദേശിയായിട്ടുള്ള മഹജൂറ എന്ന് പറയുന്ന ഇവരാണ് കുറച്ചു കാലം വേടൻ്റെ അമ്മ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ഒരു ഫോട്ടോ വേടൻ ഇന്ന് സമ്മാനമായി നൽകിയിരിക്കുകയാണ്. വേടൻ അതിൽ വലിയ സന്തോഷമായി. വേടൻ്റെ അമ്മ സ്വപ്നം കണ്ട പോലെ വേടൻ ഒരു ഗായകനായി മാറി, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായി വേടൻ മാറി എന്നതിൽ ഒരു സന്തോഷം കൂടിയാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത്. ക്യാമറമാൻ മനീഷ് പെരുമ. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കാര്യം എന്താ വെച്ചാൽ, താത്താൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേടൻ്റെ ഒരു കാലത്ത് താത്താൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേടൻ്റെ അമ്മ അറിയില്ല. എന്നിട്ട് വേടൻ്റെ അമ്മേൻ്റെ ഫോട്ടോ വേടൻ കൊടുത്തപ്പോൾ വേടൻ ഇമോഷണലായി. വേടൻ അത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ. സാധാരണ വേടൻ്റെ ഫോട്ടോ വരച്ചിട്ടൊക്കെയാണ് പലരും കൊടുക്കുക, ചിത്രം വരച്ചിട്ടൊക്കെ. ഞാൻ ഇതിനൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചത് ആ താത്ത കാര്യം അവതരിപ്പിക്കുന്ന രീതി ശ്രദ്ധിക്കുക. അതായത് താത്താൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് താത്താൻ്റെ വീട്ടിലെ വീട്ടുജോലിക്കാരി ആയിരുന്നിരിക്കണം എന്ന് തോന്നുന്നു. ഒട്ടൊക്കെയറിയില്ല, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കന്നത് മനസ്സിലായത്. പക്ഷേ അവർ വീട്ടുജോലിക്കാരി വേലക്കാരി എന്നൊന്നും നല്ല പറയണത്. അവരെന്താ പറയുന്നത്, എത്ര ബഹുമാനത്തോട് കൂടിയിട്ടാണ് അവർ ആ കാര്യം അവതരിപ്പിക്കണമെന്നൊക്കെ. അവർ പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത്. അതായത് ഒരു ഫ്രണ്ട് എന്നുള്ള ലെവലിൽ, എന്താ പറയുക, ഒരു കൊളീഗ് എന്നുള്ള ലെവലിലോ, അല്ലെങ്കിൽ എന്താ പറയുക, കൂടെ ഉള്ള ഒരാൾ നമ്മൾ പറയില്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആ ലെവലാണ്. ഇവിടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല ആ താത്താൻ്റെ ഇതിൽ. പലരും എന്താ ചെയ്യുക, വീട്ടു ജോലിക്കാരീനെ അത്രത്തോളം അവകളെ ചെയ്യുക. ഓള് അങ്ങനെയായിരുന്നു, വീട്ടിലങ്ങനെയായിരുന്നു, എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ, അങ്ങനെയൊക്കെ വേറെ വല്ലവരാണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നേനെ. അപ്പോൾ വേടെ നമുക്കറിയാവുന്ന ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ
ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഉള്ള പല കൊള്ളരുതായ്മകൾക്ക് അനീതികൾക്കെതിരെ ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് വേടൻ അല്ലേ. അപ്പോൾ ഇവിടെ ആ താത്ത നോക്ക്, താത്ത അത് എത്ര ഇതാണ് ഇതിൻ്റെ താഴെ വന്നുള്ള ഒരു കമൻ്റ് ഉണ്ട്. എനിക്ക് ആ താത്തന് ബിഗ് സല്യൂട്ട് കേട്ടോ. എന്നെ അത് ഒരുപാട് സ്വാധീനിച്ചു ഈ ഒരു വീഡിയോ. ഇതാണ് ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കള്ളവും ചതിയൊക്കെ നിറഞ്ഞൊരു ലോകത്ത് ഹൃദയം കൊണ്ട് ആളുകളെ മനസ്സിലാക്കുന്ന, ആളുകളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ബഹുമാനിക്കുന്ന, മനുഷ്യനായി കാണുന്ന താത്തയെപ്പോലുള്ള ആളുകളെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വേണ്ടത്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ വേറെ കുറേ കാര്യങ്ങളാണ് അല്ലേ. കൊല്ലൽ, ദുരഭിമാനക്കൊല, ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, വിദ്വേഷം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ വീഡിയോന് താഴെ വന്നുള്ള കുറച്ച് കമൻറ്റുകൾ അത് എടുത്ത് പറയണം. അതിൽ ഒരു കമൻറ്റ് വരുന്നത് ഇങ്ങനെയായിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ. അതിലെ ഒരു കമൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതായിട്ട് കമൻറ്റ് വായിക്കണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആ പ്രയോഗത്തിന് ഒരുപാട് ലൈക്ക്. വേലക്കാരി എന്ന് പറയാതെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. 3 തീൻ്റെ ഒരു ഇതുണ്ട്, അതാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് അവരുടെ വാക്കുകളാണ്. ഒരിക്കൽ പോലും വേലക്കാരിയായി വീട്ടിൽ നിന്ന് എന്ന് പറയാതെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വളരെ പ്രോത്സാഹനം നൽകേണ്ട സംസ്കാരമാണ്. കുറച്ച് കാലമെങ്കിലും അമ്മയെ ഏറ്റെടുത്ത് നോക്കിയില്ലേ? ജാതിമത വർഗീയതയ്ക്ക് ഒരു സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി സംഘപരിവാർ ഓർമ്മപ്പെടുത്തിയ സാധാരണ വീട്ടും ബിഗ് സല്യൂട്ട്. വേടൻ്റെ അമ്മ എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ചിന്തിക്കുന്നവർക്ക് ഈ ഒരു വാക്ക് വളരെ അമൂല്യമാണ്. എത്ര മനോഹരമായ വാക്കുകൾ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഗോഡ് ബ്ലെസ് യു സഹോദരി. ഈ മഹതി എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അവർ വേടൻ്റെ അമ്മയോട് കാണിച്ച ബഹുമാനമാണ്. വീട്ടിലെ സെർവൻ്റായിട്ട് പോലും അവരുടെ മഹത്വം ഇതുപോലെ ഞങ്ങളുടെ അറിവിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന വലിയ മനസ്സിനോടൊപ്പം കൂടിയാണ് മഹജൂറ. അവരുടെ പേര് മഹജൂറ എന്നാണ്. ഇവിടെ വേലക്കാരിയായിട്ട് പോലും ഒരാളങ്ങനെ പറയുമ്പോഴുള്ള കാര്യം സാധാരണ രീതിയിൽ ഒരു സൊസൈറ്റിയുടെ മയിലിൻ്റെ ശബ്ദമുണ്ട് കേട്ടോ ഇവിടെ. ഇനി അതെങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വം ഉണ്ടല്ലോ. അപ്പോൾ വേലക്കാരിയായിട്ട് പോലും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ പലരെയും കണ്ടില്ല എന്താ വെച്ചാൽ താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾ, ഉയർന്ന ജോലി ചെയ്യുന്ന ആൾ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അത് ഓരോരുത്തരുടെ ഒരു കൺസെപ്റ്റ്. അത് എന്താ ചെയ്യുക, സമൂഹം അങ്ങനെയാണ്. അല്ല, ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ. ആളുകൾ ഇപ്പോൾ എന്താ ജോലി ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇന്ന ജോലി ചെയ്യുമ്പോൾ അപ്പോൾ ആളുകൾ നമുക്കൊരു വില ഇടും, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അവരാക്കൂല. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ ലാഡറിൽ ഇപ്പോൾ വേടൻ പറയുന്നുണ്ട് എല്ലാവരും ഈക്വൽ അല്ല ഈ സമൂഹത്തിൽ നിന്ന്. ഈക്വലാണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ താത്ത ഈക്വലായിട്ട് കാണുകയാണ്. അപ്പോൾ ജോലിയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിലൊക്കെ പലതരത്തിലുള്ള ഇനീക്വാളിറ്റീസ്, അസമത്വങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് ഒരു പോയിൻ്റ് പറയണമെന്ന് വെച്ചാൽ മറന്നു കേട്ടോ. അതായത് നമ്മുടെ പാരൻസിൻ്റെയൊക്കെ പൊതുവേ നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ഒരു ആഗ്രഹമായിരിക്കും അല്ലേ മക്കൾ നല്ല രീതിയിൽ എത്തണം. പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച പാരൻസ് ആണെങ്കിൽ. അപ്പോൾ വേടൻ്റെ അമ്മയ്ക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ ചേക്കൻ നല്ല ലെവലിലൊക്കെ ആയിട്ട് കാണണം എന്നൊക്കെ. അവർ എത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അവർ പല കഷ്ടപ്പാടുകളും ചെക്കനെ പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല കേട്ടോ, നമ്മുടെ ഒരു ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു ലാംഗ്വേജിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആരെൻ്റെ നെഞ്ചത്ത് കയറാൻ വരണ്ട. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ എന്ന ലെവലിലാണ് നമുക്ക് വേടനെ പോലുള്ള ആളുകൾ, അതുപോലെ ഈ താത്താനൊക്കെ തോന്നുന്നത്. അതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അവർ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ. എന്നിട്ട് വേടൻ നല്ലൊരു ലെവലിൽ എത്തിക്കുമ്പോൾ അപ്പോൾ ആൾ ജീവനോടല്ല. എന്താ ജീവിതം എന്നുള്ളൊരു സംഗതിയില്ലേ. അപ്പോൾ എന്തായാലും വേടൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണുള്ളത്. അതുപോലെ ഈ താത്തായും എന്താ പറയുക, മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന നന്മയുള്ള ആളുകളുടെ മനസ്സിലേക്ക്, ഈ വാർത്ത കാണുന്ന നന്മയുള്ള ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളൊരു ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാട്, ഇതിൽ ഒരു പോയിൻ്റ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ അവരൊരാഗ്രഹം, അവർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതേപോലെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ബാങ്ക് വിളി കേൾക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എന്താ പറഞ്ഞത്, അതേപോലെ നിങ്ങൾ ഒരു ഉപ്പയോ ഉമ്മയോ ആണെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ഇതൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ മക്കൾ നല്ല ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തീരും. ഇവനാണ് എൻ്റെ പ്രതീക്ഷ, ഇവളാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഗതി ഉണ്ടാവും. പലരും എന്താ വെച്ചാൽ തിരിച്ച് ഉമ്മാനോടും ഉപ്പാനോടും ഒന്നും ഉത്തരവാദിത്തമില്ലാണ്ട് അവർ തോന്നിയാസം കാണിച്ചിട്ട് നടക്കണ്ടായിരിക്കും. പക്ഷേ വേടൻ നല്ലൊരു പൊസിഷനിലെത്തി, അടിപൊളിയായി. പക്ഷെ അത് കാണാൻ പാവം വേടൻ്റെ പാവം ഉമ്മ ഉണ്ടായില്ല എന്നുള്ളതാണ്. അമ്മ ഉണ്ടായില്ല. എന്തായാലും സംഗതി ഇത്രയേ ഉള്ളൂ. എനിക്കിത് എന്നെ ഒരുപാട് ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വാർത്തയായിരുന്നു. വേട
താത്താനും എല്ലാവിധ സ്നേഹവും ബഹുമാനവും നേരുന്നു. ഓക്കെ, ബൈ ബൈ. വേറെ വീഡിയോയിൽ കാണാം.